കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എന്തോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് വന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവ എന്തൊക്കെയോ ഇതാണ്, അല്ലാണ്ട് ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം, എന്തൊക്കെയോ എന്തോ പറയണമെന്ന്. എനിക്ക് അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ കയറി എനിക്ക് ഫുഡ് തരും, പോവും, ഇടയ്ക്ക് ഹൃദപ്പം വല്ലതും റൂമിൽ വന്നിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരുടെ അടുത്തും മിണ്ടത്തില്ല. എന്തോ ഒരു ഇതായി അപ്പം എനിക്ക്. അപ്പം പിന്നെ കൊറോണ വന്ന് അതിനിടയ്ക്ക് അച്ഛൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വെബ് സീരീസൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് അച്ഛൻ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച്. ആ സമയം ലോക്ക്ഡൗൺ ആയി, ആൾക്കാർ അവിടെയും പെട്ടുപോയി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇതൊക്കെ ചിലവൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് കുറേ കടമൊക്കെ വാങ്ങി. ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കൾ, പപ്പ, അമ്മ, ഇവരെ ഇത്രയും പേരുടെ ചിലവ് അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതും ആ ടൈമിൽ ഇങ്ങനെ അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ എൻ്റെ ഒരു മെയിൻ സ്വഭാവം നോ പറയാൻ അറിയത്തില്ല ആരുടെ മുന്നിൽ. അത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഞങ്ങളുടെ കൊള്ളാത്ത സ്വഭാവം അതായിരുന്നു, നോ പറയാൻ അറിയത്തില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു വിഷമമാവുമോ, ഒരു സംഭവമാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ഇപ്പം ഞാനൊന്നും ഓരോ കാര്യം പറയാത്തതും അങ്ങനെയാണെന്ന്. ഞാൻ റൂമിനകത്ത് മൊത്തം ഒരു 3 വർഷം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തോ എനിക്കിങ്ങനെ തോന്നി ഇതൊക്കെ നിർത്താം, കമ്പ്യൂട്ടർ പരിപാടിയല്ലേ നിർത്താമെന്ന്, പുറത്തോട്ടിറങ്ങി. അങ്ങനെ ഞാൻ കമ്പ്യൂട്ടറൊക്കെ വിറ്റ് ഒരു വണ്ടി എടുത്ത്. ഞാൻ ആദ്യം ഒരു വണ്ടി എടുത്ത്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അച്ഛനിൽ നിന്ന് കിട്ടുന്നൊരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ ഒരു പൈസ മാത്രമാണ് ഇങ്ങനെ കിട്ടുന്നൊരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ. വേറെ ആടുത്ത് ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവമായി ഇവരുടെയൊക്കെ. അവിടെ ജോലിക്ക് പോകത്തില്ല, അതിന് അടി. പിന്നെ എന്ത് പറഞ്ഞാലും ഇവർക്ക് എന്തെങ്കിലും ഇപ്പം പൈസയൊക്കെ എന്തെങ്കിലും കടം വാങ്ങി, ഇതൊക്കെ പറയണോ? എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം. എനിക്ക് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരണമെന്ന് അറിയത്തില്ല, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ ഇവിടെ അങ്ങനെ പോകുന്നു, അങ്ങനെ ലൈഫ്. അങ്ങനെ കൂട്ടുകാരത്ത് മാത്രം ഒരു കണക്ഷൻ ഇല്ല. വീട്ടുകാർ ഇങ്ങനെ പുറത്ത് പോകുന്നു, കൂട്ടുകാർ അങ്ങനെ നടക്കുന്നു. മൊത്തത്തിൽ ഒരു റൂമിൽ ഇരുന്നൊരു വട്ടായി പോയിരുന്നു. ആരും ഇല്ല, ഇങ്ങനെ ഗെയിമും കളിച്ചിങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു. അതൊക്കെ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയി കുറച്ച് എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി. കുറച്ച് ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അന്ന് വലിയ ഇതില്ലാതെ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അത്ര അഡിക്റ്റഡ് ഒന്നും ഇല്ല, ഇങ്ങനെ പൊക്കോണ്ട് വെക്കുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം ഞാനും അച്ഛനും ഷൂട്ടിനാണേലും ഞാനും അച്ഛനും സംസാരിക്കുന്നത് ഭയങ്കരമായിട്ട് എപ്പോഴാന്ന് വെച്ചാൽ, ഞാനും അച്ഛനും ഷൂട്ടിന് പോകുമ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനും അച്ഛനും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും ഓരോ കാര്യങ്ങൾ. ആ കോട്ടയത്തെ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളും ഇല്ല, ഇങ്ങനെ സംസാരിക്കും. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു, എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ 2 പേരും പോകുന്നത്. അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു വട്ടായിപ്പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വിഷമങ്ങളാണെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനൊരു ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് വിളിക്കായിരുന്നു. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം ഷൂട്ടിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നാൽ രാത്രി വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് രാവിലെ ഒരു 4 മണിക്ക് ആകുമ്പോൾ വരും, നീ എന്നെ ഒന്ന് ചങ്ങനാശ്ശേരി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ 4 മണിയായപ്പം വിളിച്ച് ഫോൺ എടുത്തില്ല. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. ഞാൻ വിചാരിച്ച് അച്ഛനെപ്പോഴും ഈ ഷൂട്ടിനൊക്കെ പോയിട്ട് ഉറങ്ങിപ്പോകുന്ന സ്വഭാവം ഉണ്ട്. അപ്പം ഞാൻ ഫോൺ എടുക്കത്തില്ല എന്നുള്ളൊരു ഇതായി. ഞാൻ കിടന്നുറങ്ങാം, രാവിലെ എന്തായാലും വരും. അപ്പം കിടന്നുറങ്ങി. എന്നെ അമ്മ ഒന്ന് ഇങ്ങനെ തട്ടി എണീപ്പിച്ചിട്ട്, നീ അച്ഛനെന്തോ പറ്റിയെന്ന് തോന്നുന്നു, ഒന്ന് വിളിച്ചു നോക്കുക. ഞാനിപ്പം എണീക്കുന്നു, നേരെ അച്ഛൻ്റെ ഫോണിലോട്ടൊക്കെ വിളിക്കുന്നു. ഫോണിലോട്ട് വിളിച്ചിട്ട് എടുക്കുന്നൊന്നുമില്ല, ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ പറയുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഇതായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നേരെ ആദ്യം അനൂപേട്ടനെ വിളിച്ചിട്ട് എന്തോ പറ്റിയ അനൂപേട്ട അച്ഛന്. അനൂപേട്ടൻ പറഞ്ഞിങ്ങനെ രക്ഷിക്കാൻ പറ്റിയില്ല, സോറി എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ കട്ട് ചെയ്ത്. ആ ഫോൺ എടുത്ത് എറിഞ്ഞ്, എന്തോ അനൂപേട്ട പറയുന്നത്, അങ്ങനെ അനൂപേട്ടൻ ചോദിച്ചാൽ എന്തോ അനൂപേട്ട പറയുന്ന. അപ്പം ഒരു കാലിൻ്റെ എൻ്റെ ശരീരം മൊത്തം ഇങ്ങനെ അങ്ങ് തണുത്തു പോയി ഭയങ്കരമായിട്ട്. അതിനിടയ്ക്കുള്ളൊരു ഇത് പറഞ്ഞുതരാം. വണ്ടി പൊക്കോണ്ട് വെക്കുമ്പം ഇവർ നേരെ എനിക്ക് അപ്പോഴും എൻ്റെ മനസ്സിലെ വിചാരം എന്ന് വെച്ചാൽ അനൂപേട്ടൻ വല്ല പ്രാങ്ക് വല്ലതും ആണോ, അത് എനിക്കങ്ങോട്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ ചെന്നാലും എനിക്ക് ഇനി ഒരു സമാധാനം കിട്ടത്തുള്ളൂ, എനിക്ക് ചെല്ലണം. അപ്പോഴത്തേക്കും കാറിങ്ങനെ പൊക്കോണ്ട് വെക്കാനടുത്ത് ഇവർ അടിച്ചു പൊളിയാണ് പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും. ഋതപ്പനെ ഞാൻ ഇങ്ങനെ നോക്കും. എനിക്ക് ഇതൊക്കെ ഭ്രാന്തടിച്ച് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് സ്റ്റക്കായി ലൈഫ് ഇങ്ങനെ നിൽക്കുക. എന്തോ അങ്ങോട്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല, ഇങ്ങനെ നിൽക്കുക. ഇവർ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്, തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്.
ഒന്നും മിണ്ടാതെ എനിക്ക് അന്നോട്ട് തുടങ്ങിയത് എനിക്കൊന്നും റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്നിനോടൊന്നും ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തോ ആയിപ്പോയി. ഞാൻ ഹോട്ടലിൽ കയറുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും പോകുന്നു, ആശുപത്രി എത്തുന്നവരെ ഞാൻ ചിന്തിക്കും ഇതൊക്കെ ഒരു പ്രാങ്ക് എന്നായിരിക്കണേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണേ. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു ന്യൂസ് ഇട്ടേക്കുക, ന്യൂസിനകത്ത് കണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ നേരെ ചെന്ന ആദ്യാച്ചനെ അവിടെ പോയി കണ്ട് എന്തോ ചെയ്യണമെന്ന് ഇങ്ങനെ അറിയത്തില്ല. അങ്ങോട്ട് എന്തോ ഇതാവും, ഞാനുണ്ട്, എന്തിനു വിളിക്കും. അങ്ങനെ നിൽക്കാൻ നേരത്തെ അനുവേട്ടം വന്നിട്ടുണ്ടാ, അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, ഇതിൻ്റെ പരിപാടികളെല്ലാം നോക്കിക്കോളാം, എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരതൊക്കെ ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കൊല്ലത്ത് ബോഡി കൊല്ലത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാരൻ എൻ്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറേ പള്ളിക്കാരും അളിയനും പോവാ. ഇവരാണ് എൻ്റെ ഫോണൊക്കെ വാങ്ങിയേക്കുന്നത്, പറഞ്ഞാൽ മതി, പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ഞാൻ എറണാകുളത്ത് നിന്നപ്പോഴത്തേക്ക് അനുപ എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം എനിക്ക് കൊല്ലത്തുകൊണ്ട് കാണിക്കണം. ഞാൻ ആ സ്റ്റാൻഡിൽ നിന്നിട്ട് രാത്രി കൊല്ലത്തുകൊണ്ടൊക്കെ കാണിച്ച് തിരിച്ച് വന്ന്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ചെയ്യാം, എന്തോ ഒന്നും ഇതില്ലായിരുന്നു. ഇതൊക്കെ അനുപേട്ടം വന്നിട്ട് ഇങ്ങനെ ഇതാക്കി. പിന്നെ ഒരു അങ്ങനെ ഇതെല്ലാം പരിപാടിയെല്ലാം സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഈ പള്ളിക്കാരും ഈ പപ്പ അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൊണ്ട് തന്നു. 1,80,000 രൂപ അങ്ങാണ്ട് മൊത്തം അച്ഛൻ്റെ സംഭവങ്ങളെല്ലാം ഇതാക്കിയതിന് 1,80,000 രൂപ ബില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നത്. ഫ്ലവേഴ്സാരുടെ കൊടുക്കുന്ന പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ പനൂപ്പൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്ന. പനൂപ്പേട്ടൻ പറഞ്ഞൊരു പുള്ളിയും കൂടെ വിടാം, എന്നിട്ട് നീയും ആ ചേട്ടനും കൂടെ പോയി എല്ലായിടത്തും നീ തന്നെ പോയി ബില്ലുണ്ടാക്കി ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും മായിൽ വർക്ക് ചെയ്യുന്ന ചേട്ടനും ആ ചേട്ടനും കൂടെ വന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ഇവിടെ പോയി എല്ലാവരും ബില്ല് റെഡിയാക്കി. 89,000 രൂപ കണ്ടാന്ന് തോന്നുന്നു മൊത്തം. ഞാൻ ഡയറക്റ്റ് വന്നുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പൈസയൊക്കെ കുറച്ച് തന്നു. ഇങ്ങനെ മൊത്തം 89,000 കണ്ട് ബില്ലായി. അത് ഞാൻ ഇട്ട് കൊടുത്തു ഫ്ലവേഴ്സാർ. അത് അനുപേട്ടനും എല്ലാവരും കൂടെ ചെയ്തതെല്ലാം പൈസ എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കായി ഞാൻ. ആ ടൈമിൽ ആദ്യമൊക്കെ അമ്മ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. ആ ടൈമിൽ അച്ഛൻ വെച്ച ടൈമിൽ ഞാൻ വെച്ച് ഒരു സ്നേഹം ഇങ്ങനെ കിട്ടുന്നുണ്ട്. എന്താ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഇങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതും ഇല്ല. എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഡ്രഗ്സിനോട് ഭയങ്കരമായിട്ട് ഞാൻ അഡിക്റ്റ് ആയിപ്പോയി ആ ടൈമിൽ. എനിക്ക് എന്തോ ചെയ്യാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛനായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ പണ്ട് അടിയൊക്കെ ഉണ്ടാക്കി. എനിക്ക് അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ടൈമിൽ കണ്ണടയ്ക്കാം. എനിക്ക് രാത്രി ഉറക്കമില്ല. എനിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും. എനിക്കാണെങ്കിൽ അവിടെ ഒട്ടും പറ്റുന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അന്ന് ഞാൻ +2 ഇതായിട്ട് പഠിക്കുക, ഓപ്പൺ കോഴ്സ് എടുത്ത്. +2 ഒക്കെ ആ ടൈമിൽ നിർത്തിയത്. എന്നിട്ട് ഞാൻ ഓപ്പൺ കോഴ്സ് എടുത്ത് വീണ്ടും +2 പഠിക്കും. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഒന്ന് ഫോൺ വിളിക്കാനോ എൻ്റെ കാര്യങ്ങളൊന്നും ചോദിക്കാനോ നീ എവിടെ കഴിച്ചാൽ ഒന്നിനും എന്നെ ഒരു നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല. ഇങ്ങനെ നടക്കുമോ ഞാൻ പോകുന്നു. രാത്രി 3 മണിക്ക് ആകുമ്പോൾ വരും. ഇങ്ങനെ തന്നെ എന്തോ ഒരിടത്ത് സംസാരിക്കണമെന്ന് ഇങ്ങനെ അറിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കൊരു മുറിയിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ അറിയത്തില്ല. ആ സമയത്ത് എല്ലാവരുടെ ലൈഫിൽ ഒരു ബാഡ് ടൈം ഉണ്ടോയെന്ന് അറിയത്തില്ലേ. പക്ഷെ ആ ബാഡ് ടൈം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കി പറഞ്ഞുതരാം. അങ്ങനെ നിൽക്കാൻ നേരത്തെ എനിക്ക് അപ്പോഴും ഒന്ന് ഇടയ്ക്ക് ഞാൻ അച്ഛൻ്റെ എന്തോ ഈ സംഭവമൊക്കെ ചെയ്യാനായിട്ട് കൊല്ലത്ത് പോയപ്പോഴത്തേക്കും അവരെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇതാവുന്നു. അവിടെ ആ സ്നേഹം കണ്ടിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അവിടെ ആണെങ്കിൽ കുഞ്ഞിലോട്ട് അവിടെ അല്ല നിന്നിട്ടുള്ളതും. ഞാൻ ഇവിടെ നിന്ന് പഠിച്ചോട്ടെ എന്ന് ചോദിക്കാൻ ഒരു പേടി. ആ സമയത്ത് എല്ലാത്തിനോടും ഒരു പേടി. എനിക്ക് എൻ്റെ ഒരു വിഷമോ കാര്യം ആരും ഇല്ല എനിക്കൊന്നും പറയാനായിട്ട് സത്യം പറഞ്ഞാൽ. ഞാൻ ആ ഒരു സമയത്തൊരു പ്രശ്നം ഇതൊക്കെ എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ആ സമയത്തൊരു ഇതൊക്കെ കിട്ടുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. നല്ല സ്വഭാവം അല്ലാതെ ഈ റബ്ബറിൻ്റെ ഒരു ജോലിക്ക് ഞാൻ ഇങ്ങനെ പോയായിരുന്നു. ഒരു കൂട്ടാൻ്റെ വഴിയിൽ ഇങ്ങനെ അവിടെ വെച്ചിട്ട് വല്യമ്മ രാത്രി ഇങ്ങനെ വീഡിയോ കൂടെ ഇതപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ വല്യമ്മ അതൊക്കെ കണ്ടിട്ട് കരച്ചിലൊക്കെ ആയി. അങ്ങനെ വല്യമ്മ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ കൊല്ലത്ത് വന്ന് അവിടെ നിന്ന് ഇതാക്കി അങ്ങനത്തെ ഒരു ഇതായി. അങ്ങനെ ഞാൻ കൊല്ലത്ത് വന്നു. ഞാൻ അവിടെ ഞാൻ പറഞ്ഞു എനിക്ക് കൊല്ലത്ത് നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും പറഞ്ഞൊന്നുമില്ല എൻ്റെ അടുത്ത്. സംസാരിക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ എൻ്റെ ഒരു ഇതിൽ നടക്കുന്നു. എന്താവും അങ്ങോട്ട്, എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് ഒന്നും അറിയില്ല. ഇതൊക്കെ എന്താ ഇപ്പം ഒരു ചോദ്യം എന്തായാലും വരും. ഇതൊക്കെ നിനക്ക് ഇപ്പോഴാണോ പറയാണ്ടെങ്കിൽ ബ്രോ ഞാൻ എന്തൊക്കെ പറയാം. എനിക്ക് സംസാരിക്കാൻ ഒരു റൂമിൽ മാത്രം ഇങ്ങനെ എനിക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെ ആയിപ്പോയി.
പിന്നെ അമ്മയുടെ കാര്യം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അമ്മ അങ്ങനെ പോകുന്നത് എനിക്ക് എന്താ ഞാൻ ഇപ്പം മനസ്സിലായില്ല. ആ ഒരു കണക്ഷനാണ് ഞങ്ങൾ. അമ്മ വിളിക്കുന്ന വെച്ചാൽ അമ്മ എന്തെങ്കിലും അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മിൽ. എന്തെങ്കിലും ഒരു ആവശ്യം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇത്രയൊക്കെ ആയില്ലേ, ഇത്രയൊക്കെ അനുഭവിച്ചില്ല, ഇത്രയൊക്കെ കാര്യങ്ങൾ പഠിച്ചില്ല. ഇനി എന്നെ കൊണ്ട് പറ്റും, ഞാൻ ഒറ്റയ്ക്ക്. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഇതാക്കുക. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ മൊത്തം പറഞ്ഞിട്ടില്ല, ഒരു 20% എന്നെ കൊണ്ട് പറയാൻ പറ്റിയിട്ടുള്ളൂ. ഒന്ന് മനസ്സിലാക്കി എടുക്കട്ടെ, എന്നെ കൊണ്ട് പറ്റാ